നമസ്കാരം. ഇന്നത്തെ പെയിൻറ്റിങ് ഒരു സിമ്പിളായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നോർത്തേൺ ലൈറ്റ്സ് ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തിൻ ലെയർ ഓഫ് വാട്ടർ കോട്ടിങ് കൊടുക്കണം. തിൻ ലെയർ ഓഫ് വാട്ടർ കോട്ടിങ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലൗഡ്സ് ചെയ്യുമ്പോഴത്തേക്കിനും വാട്ടർ കളർ അതിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ കളർ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ക്ലൗഡ്സ് എന്ന് പറയുന്ന സംഭവം, നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയുന്ന സംഭവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങ് പോകണം. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നതിന് വാട്ടർ കളറിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ പോട്ടെ. നമുക്ക് നല്ലൊരു സംഭവം നമുക്ക് കിട്ടിയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. സോ ഫസ്റ്റിൽ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെമൺ യെല്ലോയും ഡീപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ചുമ്മാ അവിടെ ഇവിടെ എന്തായാലും ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ സെൻറ്റർ ഭാഗം കുറച്ച് ലൈറ്റും എഡ്ജസ് വന്ന് കുറച്ച് ഡാർക്കുമായിട്ടാണ്. അത് മാത്രമേ ഉള്ളൂ ഈ ക്ലൗഡ്സ് ചെയ്യുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കാനായിട്ട്. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും നിങ്ങളിവിടെ ചിന്തിക്കേണ്ട. ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ഷെയ്ഡ്സ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എഡ്ജസ് എല്ലാം ഞാൻ ഡാർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ നടുക്കത്തെ പോർഷൻ, അതായത് നമ്മുടെ ക്ലൗഡ്സിൻ്റെ നടുക്കത്തെ പോർഷനിലോട്ട് ഞാൻ ചെറിയൊരിത് വച്ചിട്ടുണ്ട്. വാട്ടർ കളർ ആയതുകൊണ്ട് ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഇച്ചിരി ഒരു കളർ വാങ്ങാനും ചാൻസ് ഉണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്യാൻസൽ പേപ്പേഴ്സും സ്റ്റെറ്റ്ലറിൻ്റെ വാട്ടർ കളറുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 300 GSM കേട്ടോ ക്യാൻസൽ പേപ്പേഴ്സിൻ്റെ. സോ നല്ല പേപ്പറാണ്, ഈസിലി അവൈലബിൾ ആണ്, പിന്നെ കോസ്റ്റ് എഫക്റ്റീവും ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ക്യാൻസൽ പേപ്പേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പം സൈഡിലെല്ലാം നമ്മൾ ഡീപ്പ് ഗ്രീൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കിനും ഞാനിവിടെ ഒരു ചെറിയൊരു മൗണ്ടെയിൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസ് വ്യൂ മൗണ്ടെയിനും പിന്നെ ഒരു ലേക്ക് പോലത്തെ ഒരു ചെറിയൊരു വാട്ടർ ബോഡി ഇതും ചെറിയ കുഞ്ഞു പ്ലാന്റ്സ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോഴത്തേക്കിനും ആ ഒരു നോർത്തേൺ ലൈറ്റ് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും കാണുമ്പോൾ തന്നെ. എൻ്റെ സൈഡിൽ കുറച്ച് വെള്ളം അതായത് വാട്ടർ കളറിന് കുറച്ച് വെള്ളം കൂടുതലായി പോയപ്പോഴത്തേക്കിനും കുറച്ച് ഡ്രിപ്പ് ചെയ്ത് വന്നു. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ കൊണ്ട് അത് ഒപ്പിയെടുക്കുകയാണ്. അതായത് നമ്മൾ വാട്ടർ കളർ എന്ന് പറയുന്ന മീഡിയം നമുക്ക് ഭയങ്കര ഈസിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ബിക്കോസ് നമുക്ക് എന്ത് തെറ്റ് വന്നാലും നമുക്കത് തിരുത്താനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, പിന്നെ ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്, അതിന് പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇപ്പോൾ നമ്മുടെ സ്കൈ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഗ്രീൻ, ആ ഒരു യെല്ലോയിഷ്, ലെമൺ യെല്ലോ ആൻഡ് ഡീപ്പ് ഗ്രീൻ ഇതെല്ലാം കൂടെ വന്ന് നല്ലൊരു ഭംഗിയുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടറിനുള്ളതാണ്. ഫസ്റ്റിൽ ഒരു തിൻ ലെയർ ഓഫ് വാട്ടർ കോട്ടിങ് കൊടുക്കുക, വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് തന്നെ. അതിനുശേഷം കുറച്ച് ഡീപ്പ് ഗ്രീന് പേർഷ്യൻ ബ്ലൂവും കൂടി മിക്സ് ചെയ്തത്, ലെമൺ ഉള്ളതും കൂടെ അവിടെ ഇവിടെയായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് നമ്മൾ കൊടുക്കുക. ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്കിനാണ് കഴിഞ്ഞാൽ വാട്ടറാണ്, റിഫ്ലക്ഷൻ വീഴും, നേരം പല കളേഴ്സായിരിക്കും വാട്ടറിന് നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന കളർ തന്നെ ഒരു ബ്ലാങ്ക് കളർ കൊടുക്കുന്നതിനേക്കാളും നല്ല മിക്സ് ഓഫ് കളേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ഒറിജിനാലിറ്റിയും വരും, ഒരു നല്ല ഭംഗി ഉണ്ടാവും ആ വാട്ടർ കാണാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ചുമ്മാ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, സിമ്പിൾ ആൻഡ് ഹംബിൾ കാര്യമാണ്. ഇനി അതിൻ്റെ പുറത്തുകൂടെ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒരു പ്ലെയിൻ ബ്രഷിൻ്റെ അകത്ത് ജസ്റ്റ് വാട്ടർ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്, അത് ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊരു ലൈറ്റ് ആകും. ഞാൻ വാട്ടർ റിഫ്ലക്ഷൻ ഇതൊക്കെ വരുമ്പോഴത്തേക്കിനും കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഒരു കോട്ടിങ്ങും കൂടെ നമ്മുടെ കളറ് കൊടുത്താൽ മതിയാവും. ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അത് കാരണം നമുക്ക് ഏതാണോ നമ്മുടെ ഗ്രേഡിയൻറ്റ് അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ എനിക്കിപ്പം വാട്ടർ ബോഡി ഈ ഒരു കളർ മതിയെന്ന് തോന്നുന്നു. സോ ഞാൻ ഇവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ സ്കൈ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മുടെ മൗണ്ടെയിനാണ് ഇനി ബാക്കി കിടക്കുന്നത്. മൗണ്ടെയിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ മൗണ്ടെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ബ്ലാക്ക്, വേറൊരു കളറും ഇല്ല, ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നു. മൗണ്ടെയിൻ വരയ്ക്കുമ്പോഴത്തേക്കിനും ജസ്റ്റ് ചെറിയ 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 സ്പാർക്സ് കൊടുക്കുക, അവിടെ ഇവിടെയായിട്ട്. പിന്നെ വാട്ടർ ബോഡി പാരലലായിട്ട് കൊടുക്കുക. ഫസ്റ്റ് ലൈന് നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്കിനും ഒരു ലൈൻ വരയ്ക്കുക, അതായത് ഒരു പേപ്പറിൻ്റെ ഹാഫിൽ കൂടുതൽ ഭാഗം ക്ലൗഡിനും ഒരു 25% ഭാഗം വാട്ടർ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അന്നേരം എന്ന് കഴിഞ്ഞാൽ ക്ലൗഡ്സും നന്നായിട്ട് നിൽക്കും, വാട്ടർ ബോഡി ഉണ്ടാവും, എല്ലാത്തിനും ഒരു ഈക്വൽ പ്രപ്പോർഷൻ ഉണ്ടാവും. വരയ്ക്കാനുള്ള എളുപ്പ വഴിക്കാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് മൗണ്ടെയിനും കഴിഞ്ഞു. മൗണ്ടെയിൻ സിമ്പിളാണ്, ഈ മൗണ്ടെയിൻ വരയ്ക്കാൻ സിമ്പിളാണ്. ജസ്റ്റ് സ്പൈക്സിന് ബ്ലാക്ക് കളർ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഡിസ്റ്റൻസ് വ്യൂ മൗണ്ടെയിനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും വരയ്ക്കാം, ഏത് കുട്ടികൾക്കും വരയ്ക്കാവുന്ന ഒരു പെയിൻറ്റിങ് ആണിത്. വലിയ ടെക്നിക്സോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. വെറ്റ് ആൻഡ് വെറ്റ് ടെക്നിക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഇവിടെ മൗണ്ടെയിൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇപ്പം നല്ലൊരു ഭംഗിയില്ലേ, ആ സ്കൈ ആ മൗണ്ടെയിനും കൂടെ നല്ലൊരു സിങ്കായി വരുന്നില്ലേ. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാട്ടറിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് അവിടെ ഇവിടെയും കുറച്ച് ലൈൻസ് മീൻസ് ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നതിനും ഒരു വേവി ടെക്സ്ചർ നമ്മുടെ വാട്ടറിന് കൊണ്ടുവരാനായിട്ട് ഒരു ഇച്ചിരി സ്വല്പം റിയലിസ്റ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആ യൂസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ ഗ്രീന്, ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് പേർഷ്യൻ ബ്ലൂ, ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. അന്നേരം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പൊടിക്ക് കുറച്ച് ബ്ലാക്കും കൂടി ചേർക്കാം. എന്നിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന കണ്ടില്ലേ, അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ സ്ട്രോക്സ് കൊടുത്തു. ഈ ചെറിയ ചെറിയ സ്ട്രോക്സ് കൊടുക്കുമ്പോഴത്തേക്കിനും ആ വാട്ടറിനൊരു നാച്ചുറൽ ഒരു വേവിനെസ് നമുക്ക് നമ്മുടെ വാട്ടറിന് കിട്ടും. അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വേവിനെസ് നമ്മൾ ഈ വാട്ടറിന് കൊടുക്കുക, അതുപോലെ തന്നെ വൈറ്റ് പെയിൻറ്റും കൂടെ നമ്മൾ അവിടെ ഇവിടെയായിട്ട് ഈ കാണിക്കുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. അന്നേരം നല്ലൊരു ഗ്ലോ നമ്മുടെ വാട്ടറിന് കൊടുക്കും, നല്ല ഭംഗിയായിരിക്കും നമ്മൾ ആ ഒരു വൈറ്റും കൂടെ വരുമ്പോഴത്തേക്കിനും. അതിന് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൗഡിൽ നിന്ന് ഒരു വാട്ടറിലോട്ട് ലൈറ്റ് വീഴുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ഞാൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓൾറെഡി നമ്മൾ മൗണ്ടെയിൻ കഴിഞ്ഞു, വാട്ടർ കഴിഞ്ഞു, ക്ലൗഡ് കഴിഞ്ഞു. ഇനി ചെറിയ ഒരു ലെഗ് സൈഡ് ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനിത് നോക്കിക്കേ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നിന്ന് ആ മൗണ്ടെയിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമുക്ക് നന്നായിട്ട് ഒരു സ്ലാൻറ്റിങ് ആയിട്ട് ഒരു മൗണ്ടെയിൻ, ചെറിയൊരു മൗണ്ടെയിൻ ടൈപ്പ് രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് അതിന് നല്ല പോലെ ബ്ലാക്ക് കളർ കൊടുക്കുക. നമുക്കിഷ്ടമുള്ള പോലെ വരയ്ക്കുക കേട്ടോ. എന്തായാലും അതൊരു ഈക്വൽ പ്രൊപ്പോർഷനിലായിരുന്നെങ്കിൽ വളരെ നല്ലത്. എന്നാലാണ് നമുക്ക് നമ്മുടെ ആ പെയിൻറ്റിങ്ങിനൊരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ലുക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇനി അത് നന്നായിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നമ്മുടെ ലേക്ക് സൈഡ് സ്ട്രക്ചറും വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെറിയ പ്ലാന്റ്സ് വരയ്ക്കുന്നത് പറഞ്ഞില്ലേ, ആ ചെറിയ പ്ലാന്റ്സാണ് വരയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറിയ ബ്രഷോ ഇല്ലെങ്കിൽ നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചെറിയ സ്ട്രോക്സും മേളിലോട്ട് അതായത് താഴേന്ന് മേളിലോട്ട് ഈ കാണിക്കുന്ന പോലെ വരയ്ക്കുക. അന്നേരം ചെറിയ ലീവ്സ് നമുക്ക് കിട്ടും. എന്നിട്ട് ഒരു സ്ട്രോക്ക് മാത്രം നല്ല വലുതായിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ ഡോട്ട്സ് ഈ കാണിക്കുന്ന പോലെ ചെറിയ ഡോട്ട്സ് ഇടുക. അന്നേരം കഴിഞ്ഞാൽ ഒരു ഫ്ലവർ നിൽക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ കുഞ്ഞ് പ്ലാന്റും കഴിഞ്ഞു. ഇനി ചെറിയ പൊടിയായിട്ടുള്ള പുല്ലുകളാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിന് ചുമ്മാ ചെറിയ സ്ട്രോക്സ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു കല്ല് വരയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഇതൊരു ഷാഡോ രീതിയിലായതുകൊണ്ട് ബ്ലാക്ക് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ പ്ലാന്റും ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഫസ്റ്റിൽ താഴേന്ന് മേലോട്ട് സ്ട്രോക്ക് കൊടുക്കുക ആൻഡ് ചെറിയ ഡോട്ട് കൊടുക്കുക. ഒരു ഇത് മാത്രം എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡോട്ട് കൊടുക്കുന്നത്, ഒരു ഫ്ലവർ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരാനായിട്ട്. അങ്ങനെ കുറേ പ്ലാന്റ്സ് ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടും. നല്ലൊരു സീനറിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ വാട്ടർ ബോഡിക്ക് കുറച്ചും കൂടെ കളറാകുമെന്ന്. സോ ഫസ്റ്റിൽ ഞാനൊരു തിൻ കോട്ടിങ് ഓഫ് വാട്ടർ കൊടുത്തു. ഇത് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ആൻഡ് ലൈറ്റ് ഗ്രീൻ ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ നല്ലൊരു ഭംഗി വരുന്നില്ലേ? ഫസ്റ്റിലേ ഞാനത് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ പെയിൻറ്റിങ് ഫസ്റ്റിലേ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. ഓവറായിട്ട് വാട്ടർ കൊടുക്കരുത്. ജസ്റ്റ് ഒരു ലിറ്റിൽ ബിറ്റ് വാട്ടർ കോട്ടിങ്ങേ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറ്റിങ് ഫിനിഷിങ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി നമുക്ക് കുഞ്ഞ് സ്റ്റാർസ് കൊടുക്കണം. കുഞ്ഞ് സ്റ്റാർസ് കൊടുക്കാനായിട്ടുണ്ടാവും. ഫസ്റ്റിൽ നമ്മുടെ മൗണ്ടെയിൻ വാട്ടർ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വരച്ച ആ പോർഷനിൽ എനിക്ക് സ്റ്റാർ വേണ്ട. അതുകൊണ്ട് ഞാൻ അവിടെ മറിച്ച് വെക്കുന്നത്. ഞാനിവിടെ ഒരു ടിഷ്യൂ വെച്ചാണ് മറിച്ച് വെക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് യൂസ് ചെയ്യുന്നത്, അതായത് ചുമ്മാ പേപ്പറാണെങ്കിലും അവിടെ അത്രയും ഭാഗത്ത് നമ്മുടെ സ്റ്റാർസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മറിച്ച് വെച്ചിരിക്കുന്നത്. സ്റ്റാർസിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളർ നമ്മുടെ ബ്രഷിലെടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ 2 ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് വെച്ച് അടിച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ സ്പ്രിങ്കിളായിട്ട് നമ്മുടെ സ്റ്റാർസ് വീണോളും. നല്ലൊരു എഫക്റ്റാണ് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പെയിൻറ്റിങ് കാണാനായിട്ട് നല്ലൊരു ലുക്ക് ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓവറായിട്ട് നിങ്ങളുടെ സ്റ്റാർസിൽ ഓവറായിട്ട് ഇത് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് നമ്മളൊന്ന് ഒപ്പിക്കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ടാപ്പ് ചെയ്ത് ഈ കാണിക്കുന്ന പോലെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ സ്റ്റാർസും ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർസും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ പെയിൻറ്റിങ്ങിന് നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പം നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ മൗണ്ടെയ്ൻസിൽ വൈറ്റ് പെയിൻറ്റ് ചെറുതായിട്ട് വീണിട്ടുണ്ട്. അത് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഇപ്പം തീർന്നിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ഫിനിഷായി. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും മാറ്റണമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ടാണ് പീൽ ഓഫ് ചെയ്യുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും സ്ട്രെയിറ്റ് പിടിച്ച് വലിക്കലും. ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ അത് കാരണം എൻ്റെ പെയിൻറ്റിങ് ചെറുതായിട്ട് കീറിയിട്ടുണ്ട്. ഇതേ കണ്ടോ, കീറി. എന്താ ചെയ്യാനാണ്? എപ്പോഴും പീൽ ഓഫ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ടേപ്പ് ഒരു ആംഗിളിൽ വെച്ച്, അതായത് ഫസ്റ്റിലെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ അവിടെ നിന്ന് ടേപ്പ് പോകുന്ന രീതിയിൽ നമ്മൾ വേണം പീൽ ഓഫ് ചെയ്യാനായിട്ട്. അതിന് നമ്മുടെ പെയിൻറ്റിങ് ഒരിക്കലും കീറില്ല. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം, അതായത് ചരിച്ച് വേണം ടേപ്പ് എപ്പോഴും പീൽ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ പേപ്പർ കീറി പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കീറിയ ഭാഗത്ത് ഞാൻ ചെറുതായിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.